സെൻസേഷണൽ വാർത്തകൾക്ക് പിന്നാലെ പോകുമ്പോൾ പല പ്രധാനപ്പെട്ട സംഭവങ്ങളും മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാറുണ്ട്. പല പത്രങ്ങളുടെയും ആദ്യ പേജിൽ ഇടം നേടേണ്ടിയിരുന്ന രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ ബോധ്യപ്പെടുത്താൻ സഹായിക്കുമായിരുന്ന ഒരു ചിത്രം അത്തരത്തിൽ പല മാധ്യമങ്ങളും വിഴുങ്ങിക്കളഞ്ഞിരുന്നു. കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അഭിജിത് ഗാംഗോപാധ്യായ BJP-യിൽ ചേർന്നതിനു ശേഷം ബംഗാളിലെ ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി വണങ്ങുന്ന ഒരു ചിത്രമായിരുന്നു അത്. ബംഗാൾ സർക്കാരിനെതിരായ വിധികളിൽ പലതവണ തൃണമൂൽ കോൺഗ്രസും അഭിജിത് ഗാംഗോപാധ്യായയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. വിരമിച്ചതിനു ശേഷം ജഡ്ജിമാർ രാഷ്ട്രീയത്തിൽ സജീവമാകാറുണ്ട്. എന്നാൽ ജഡ്ജിയായിരിക്കെ സ്ഥാനം രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന അപൂർവ തീരുമാനമാണ് അഭിജിത് ഗാംഗോപാധ്യായ സ്വീകരിച്ചത്. വിധി പ്രസ്താവന നടത്തിയ ഒരു ന്യായാധിപൻ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വണങ്ങി നിൽക്കുന്നു എന്നത് അത്യന്തം വേദനാജനകമാണ്. ഒപ്പം നിലവിലെ സ്ഥിതിയെക്കുറിച്ചോർത്തുള്ള ആശങ്കപ്പെടുത്തലും. ഈ സംഭവത്തിന് പിന്നാലെയാണ് മറ്റൊരു ഞെട്ടലുളവാക്കുന്ന വാർത്ത കൂടി പുറത്തു വന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചുവെന്ന വാർത്ത. പശ്ചിമ ബംഗാളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ നടത്തിയ സന്ദർശനത്തിന് പിന്നാലെയായിരുന്നു ഗോയലിന്റെ രാജി. അഭിജിത് ഗാംഗോപാധ്യായയുടെ ചിത്രം നൽകുന്ന പൊരുളും അതിന് ഗോയലിന്റെ രാജിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പ്രധാന മാധ്യമങ്ങളൊന്നും തന്നെ മിണ്ടിയിട്ടില്ല. ഫ്രീ പ്രസ് ജേണൽ മാത്രമാണ് ആദ്യ പേജിൽ പ്രധാന തലക്കെട്ടായി വാർത്ത നൽകിയത്. ജസ്റ്റിസുമാർ BJP-യിലേക്ക് പോകുന്നതും BJP ആശയങ്ങളുടെ ഭാഗമാകുന്നതും ഇന്ത്യയിലെ സ്ഥിരം കാഴ്ചയാണ്. നിരവധി മുൻ സുപ്രീം കോടതി ജഡ്ജിമാരാണ് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്. ചീഫ് ജസ്റ്റിസുമാരായിരുന്ന VN ഖാരെ, NV രമണ, UU ലളിത് എന്നിവർ രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുത്തവരാണ്. ജസ്റ്റിസ് അരുൺ മിശ്ര, ജസ്റ്റിസ് അശോക് ഭൂഷൺ തുടങ്ങി 12ഓളം സുപ്രീം കോടതി മുൻ ജഡ്ജിമാർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കൂടാതെ പല ജസ്റ്റിസുമാരും തങ്ങളുടെ സ്ഥാനം രാജിവെച്ച് രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്നിട്ടുണ്ട്. കേരള ഹൈക്കോടതി ജഡ്ജിമാരായിരുന്ന PN രവീന്ദ്രൻ, V ചിദംബരേഷ് തുടങ്ങിയവർ രാജിവെച്ചതിനു ശേഷം BJP-യിൽ ചേർന്നവരാണ്. ഗൗരവമേറിയ പല കാര്യങ്ങളെയും കാര്യമാക്കാതെ വിടുന്ന സമീപനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് അഭിജിത് ഗാംഗോപാധ്യായയുടെ ചിത്രത്തിന് മാധ്യമങ്ങൾ ശ്രദ്ധ ലഭിക്കാതെ പോയത്.